Good morning, all. Good morning, ma'am. Good morning, ma'am. Prayer. Dear Allah, thank you for this day and the opportunity to learn. Bless our teachers and friends. Guide us with wisdom and peace. Amen. Thank you. Sign in. Good morning, everyone. Today's class is by Abarna ma'am. I warmly welcome our respected ma'am and all my dear friends to this online session. Let us begin this class with enthusiasm and a positive mind to learn. Thank you. Okay. Okay. Last class നമ്മൾ ഡിബേറ്റ് ആണ് എടുത്തത്, ഓർമ്മയില്ലേ? ഒരു ഗ്രൂപ്പ് ഡിസ്കഷന്റെ ഭാഗമായിട്ട് നമ്മുടെ സിലബസിന്റെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഡിബേറ്റ് കണ്ടക്ട് ചെയ്തത്. ആ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മള് ഇനി നോക്കുന്നത് കമ്മ്യൂണിക്കേഷന്റെ ടൈപ്സ് ആണ്, 3 ടൈപ്സ് അല്ലെ? ഇവിടെ വരെയല്ലേ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്? ഇനി ഇവിടെ വന്ന് തുടങ്ങാം അല്ലേ? മിനിമം ആൻഡ് നോൺ കമ്മ്യൂണിക്കേഷൻ വരെയല്ലേ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്? ലിസണിംഗ് മാത്രം പറഞ്ഞിരുന്നു. എന്താണ് സ്പീക്കിംഗ് ആൻഡ് ലിസണിംഗ് കഴിഞ്ഞിട്ട് വിഷ്വലൈസിങ്, റൈറ്റിംഗ് ആൻഡ് റീഡിങ് കഴിഞ്ഞ് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഡിസ്കസ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ, ടാസ്ക് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ, അതിനല്ലേ നമ്മൾ ആ ടോപ്പിക് തന്നത് അല്ലേ? ആയിരിക്കും, ഞാൻ ഓർക്കുന്നില്ല. ഞാൻ അതാണ് കമ്മ്യൂണിക്കേഷൻ ഈസ് ആക്ച്വലി ഓഫ് 3 ടൈപ്സ് ആണ് ഇനി എടുക്കേണ്ടത്. ക്ലാസ്സിലുണ്ടായിരിക്കില്ല ചിലപ്പോ, അത് അതുകൊണ്ടായിരിക്കും കേട്ടോ. ഒന്നും റെക്കോർഡ് ക്ലാസ് ഒന്ന് കാണാം കേട്ടോ. Here, teacher's role is to supervise the students or provide some instruction. നമ്മുടെ ടീച്ചേഴ്സിന്റെ റോൾ എന്താണ്? ജസ്റ്റ് സൂപ്പർവൈസ് ചെയ്യുക, അവർക്ക് വേണ്ടി ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ടീച്ചേഴ്സിന്റെ റോള്. കമ്മ്യൂണിക്കേഷൻ ഇസ് ആക്ച്വലി ഓഫ് 3 ടൈപ്സ്. മെയിൻലി നമുക്ക് കമ്മ്യൂണിക്കേഷൻ 3 ടൈപ്സ് ആണുള്ളത്. പേഴ്സണൽ ഓർ ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ, പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഓർ ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, മാസ് ഓർ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ. അങ്ങനെ 4 ടൈപ്സ് ആയിട്ടാണ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. പേഴ്സണൽ ഓർ ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു വ്യക്തിനോട് പേഴ്സണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് പേഴ്സണൽ ഒരു ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ പറയുന്നത്. മേ ബി ഞാൻ എന്തെങ്കിലും പേഴ്സണൽ ലെറ്ററോ ടെലഗ്രാമോ അല്ലെങ്കിൽ ടെലിഫോൺ മെസ്സേജോ അല്ലെങ്കിൽ ടെലിഫോൺ ചെയ്ത് സംസാരിക്കും ഒരു വ്യക്തിയോട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. സപ്പോസ് ഈ ജാസ്മിനോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ജാസ്മിന്റെ നമ്പറിൽ അല്ലെങ്കിൽ ജാസ്മിനെ വാട്സപ്പ് ചെയ്യും, മെസ്സേജ് ആയിട്ട് ടൈപ്പ് ചെയ്തായിരിക്കും. അല്ലെങ്കിൽ എനിക്ക് ജാസ്മിന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ ഞാൻ പേഴ്സണൽ ലെറ്റർ എന്ത് ചെയ്യും, ജാസ്മിനെ ഫോർവേഡ് ചെയ്യും. അതാണ് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ഇപ്പൊ മോണ്ടിസോറി 13th ബാച്ചിലെ എല്ലാ കുട്ടികളായിട്ട് സംസാരിക്കണം എന്നാണെങ്കിൽ നമ്മളെല്ലാവരും കൂടി ഉള്ളപ്പോ എന്താ പറയാ, ഒരു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ഞാൻ എല്ലാവരോടായിട്ട് ആ ഒരു ടോപ്പിക് സംസാരിക്കും. ഓക്കെ, നിങ്ങളോട് ഞാൻ ഈ സംസാരിക്കുന്ന ഒരു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ? എല്ലാ ഇൻഫർമേഷൻസും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി മാസ് ഓർ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ പബ്ലിക്കിന് വേണ്ടി ഒരു കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും, അഡ്വർടൈസ്മെന്റ് ഓർ റേഡിയോ, വോൾ പോസ്റ്റേഴ്സ്, സിനിമ, പോസ്റ്റേഴ്സ് ഒക്കെ വഴിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പബ്ലിക് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. അപ്പൊ അറ്റ് ലാർജ് നമ്പർ ഓഫ് പേഴ്സൺസിന് അറ്റ് എ ടൈം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. Personal or individual communication. When a communication is from a person to a particular person, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പേഴ്സണലി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ അതിനെയാണ് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, പേഴ്സണൽ ലെറ്റേഴ്സ് ആകാം, ടെലഗ്രാം, ടെലിഫോൺ മെസ്സേജ് എക്സെട്ര. അത് നമുക്ക് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് പറയാൻ പറ്റും. നെക്സ്റ്റ് ആണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. Certain communication
which are not meant for a particular person. ഒരു പർട്ടിക്കുലർ പേഴ്സണിന് വേണ്ടിയിട്ടായിരിക്കില്ല നമ്മൾ ആ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം that the information is not for a entire public. Entire publicനും അത് നമുക്ക് കൊടുക്കണ്ട, ഒരു ഇൻഫർമേഷൻ കൊടുക്കണ്ട. സോ നമ്മൾ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന് വേണ്ടി മാത്രം ഒരു ഇൻഫർമേഷൻ ആണ് പാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയാണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. ഞാൻ പറഞ്ഞില്ലേ, മോണ്ടിസോറി MT ബാച്ച് അല്ലെങ്കിൽ മോണ്ടിസോറി എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടല്ല നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങളോട് ഒരു മെസ്സേജ് പറയാനുണ്ടെങ്കിൽ നമ്മളവിടെ നോട്ട് ചെയ്യും, മോണ്ടിസോറി MT 13 ബാച്ച് കുട്ടികൾക്ക് ഇന്ന ദിവസം ഇന്ന ടീച്ചറുടെ ക്ലാസ് ഉണ്ട് അങ്ങനെ മെസ്സേജുകൾ വരാറില്ലേ? ഇല്ല. ഓക്കെ, നമ്മൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻസ് നിങ്ങളുടെ ഗ്രൂപ്പിൽ മാത്രമായിരിക്കും അത് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെൻഡ് ചെയ്യുന്നത്. ഇനിയിപ്പോ നമുക്കൊരു ലീവ് വന്നു എന്ന് വിചാരിക്കുക, ഇങ്ങനെ ഒരു ഹോളിഡേ ലീവ് വരാമെന്ന് വിചാരിക്കും. ആ ഹോളിഡേ ലീവിന്റെ മെസ്സേജ് നമ്മൾ എല്ലാവർക്കും സെൻഡ് ചെയ്യില്ലേ? നമ്മൾ ആ ഒരു ഫുൾ എന്റെ പബ്ലിക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഹോളിഡേ ആണ്, ക്ലാസ്സുകളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞൊരു മെസ്സേജ് പോകാനുള്ള ചാൻസ്. അപ്പൊ നമ്മൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞാൽ സെർട്ടൻ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയാണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നോക്കാം, സെർട്ടൻ കമ്മ്യൂണിക്കേഷൻ വിച്ച് ആർ നോട്ട് മെന്റ് ഫോർ എ പർട്ടിക്കുലർ പേഴ്സൺ. ഒരു പർട്ടിക്കുലർ പേഴ്സണിന് വേണ്ടിയിട്ടല്ല ഒരു കമ്മ്യൂണിക്കേഷൻ എങ്കിൽ അറ്റ് ദ സെയിം ടൈം that information is not for entire public. നമുക്ക് നോക്കുമ്പോൾ entire publicന് വേണ്ടിയിട്ട് നല്ലൊരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന് വേണ്ടിയിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ are known as group communication. അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനെയാണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, പേജ് നമ്പർ 171 കേട്ടോ. ഫോർ എക്സാമ്പിൾ, circular about teachers meeting are sent to every classroom. Okay, ടീച്ചേഴ്സ് മീറ്റിംഗ്സിനെ കുറിച്ചിട്ടുള്ള സർക്കുലേഴ്സ് എല്ലാ ക്ലാസ് റൂമിലും സെൻഡ് ചെയ്യും. അപ്പൊ നമ്മൾക്ക് അറിയേണ്ട ഇൻഫർമേഷൻ ആണെങ്കിൽ ടീച്ചർ എന്ത് ചെയ്യും, ആ നോട്ടീസ് ക്ലാസ്സിൽ റീഡ് ചെയ്യും അല്ലെ. അല്ല ടീച്ചേഴ്സിന് വേണ്ടി മാത്രമുള്ള ഒരു നോട്ടീസ് ആണെങ്കിൽ ടീച്ചർ അത് റീഡ് ചെയ്തിട്ട് സൈൻ ചെയ്ത് വിടും അല്ലെ. ചെറിയ ക്ലാസ്സുകളിലൊക്കെ ആയിരുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ. ടീച്ചേഴ്സ് മീറ്റിംഗ്സിനെ കുറിച്ചിട്ടുള്ള സർക്കുലേഴ്സ് ടീച്ചേഴ്സിന് മാത്രമുള്ള ഇൻഫർമേഷൻ ആണ്. ഇൻ എ സ്പെസിഫിക് ക്ലാസ് റൂം, communication is meant only for a teacher, not for the students or any others. ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ശരിക്കും ആർക്ക് വേണ്ടി മാത്രമുള്ളതാണ്, ടീച്ചേഴ്സിന് വേണ്ടി മാത്രമുള്ളതാണ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ല, മറ്റാർക്കും വേണ്ടിയിട്ടല്ല. ഇറ്റ് ഇസ് നോട്ട് എ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അത് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണോ? എല്ലാ ക്ലാസ്സിലും പോകും, എല്ലാ ടീച്ചേഴ്സിന്റെ അടുത്തേക്കും ഈ ഒരു ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യും, പാസ് ചെയ്യും. സോ അതൊരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് എന്ന് വെച്ചാൽ ടീച്ചേഴ്സിന് വേണ്ട കമ്മ്യൂണിക്കേഷൻ ആണ്. ബിക്കോസ് ദ സെയിം ഇൻഫർമേഷൻ is going to every teacher. ഈ ഒരു ഇൻഫർമേഷൻ എല്ലാ ടീച്ചേഴ്സിന്റെ അടുത്തേക്കും പോകും. This communication is reaching a set of peoples. ഒരു സെറ്റ് ഓഫ് പീപ്പിൾസിനെ നമ്മൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ആയിട്ട് പറയുന്ന ടീച്ചേഴ്സ് ആണ്. ടീച്ചേഴ്സിന് വേണ്ടി മാത്രം ഉള്ളൊരു കമ്മ്യൂണിക്കേഷൻ ആണ് ഇത് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. സോ ഇറ്റ് ഈസ് നോൺ ആസ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഇതിനെയാണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. അല്ല ബിസൈഡ് വി ക്യാൻ സേ ദാറ്റ് ദ നോട്ടീസ് ബോർഡ് അല്ലാത്ത കമ്മ്യൂണിക്കേഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് നോട്ടീസ് ബോർഡിൽ അല്ലെങ്കിൽ ഇൻവിറ്റേഷനോ ആസ് ഓൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടാണ്. ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു സെറ്റ് ഓഫ് ഗ്രൂപ്പ്, ആ ഒരു ഗ്രൂപ്പിനോട് മാത്രമായിരിക്കും നമ്മൾ ആ ഒരു ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു പേഴ്സണൽ കമ്മ്യൂണിക്കേഷനും അല്ല, അതൊരു പബ്ലിക് കമ്മ്യൂണിക്കേഷൻ അല്ല. ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന് മാത്രം മെന്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന് വേണ്ടി മാത്രം ഒരു കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അത് നമ്മൾ എന്ത് പറയും, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് ആണ് മാസ് ഓർ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ. മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ മെന്റ് ഫോർ പബ്ലിക് അല്ലെ. പബ്ലിക്കിന് വേണ്ടി നമ്മൾ ഒരു കാര്യം നമ്മള് സെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ന്യൂസ് പേപ്പറിൽ നമ്മളൊരു അഡ്വർടൈസ്മെന്റ് കൊടുക്കുകയാണ്, അത് മാസ് കമ്മ്യൂണിക്കേഷൻ അല്ലേ? ഓക്കെ, അത് എന്റെ പബ്ലിക്കിന് വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു അഡ്വർടൈസ്മെന്റും കാര്യങ്ങളും സെൻഡ് ചെയ്യുന്നത്. പബ്ലിക് കമ്മ്യൂണിക്കേഷൻ ഈസ് എ കോമൺ കമ്മ്യൂണിക്കേഷൻ വിച്ച് ഇസ് മെന്റ് ഫോർ ഓൾ. എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ
സെൻഡ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷനെയാണ് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ലൈക്ക് സിനിമയിലൂടെ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട് അല്ലെ. ചില അവരുടേതായ പോയിന്റ് ഓഫ് വ്യൂ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. റേഡിയോ, അഡ്വർടൈസ്മെന്റ്, വാൾ പോസ്റ്റേഴ്സ് ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. നോട്ടീസ്, ഇതെല്ലാം മാസ് കമ്മ്യൂണിക്കേഷനും പബ്ലിക് കമ്മ്യൂണിക്കേഷനും എക്സാമ്പിൾസ് ആണ്. ജനറലി ഇൻഫർമേഷൻ ഗിവൺ ഇൻ ന്യൂസ് പേപ്പർ, മാസ് കമ്മ്യൂണിക്കേഷൻ ഒരു എക്സാമ്പിളാണ് പറയുന്നത്. എക്സാമ്പിൾസ് ആണ് പറയുന്നത്. നമ്മൾ ന്യൂസ് പേപ്പേഴ്സിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അതൊരു മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്. റേഡിയോ ആൻഡ് ടെലിവിഷൻ ആർ ദ മോഡൽസ് ഫോർ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ. ന്യൂസ് പേപ്പർ, റേഡിയോ, ടെലിവിഷൻ ഇതെല്ലാം പബ്ലിക് കമ്മ്യൂണിക്കേഷന്റെ മോഡൽസ് ആണ്. The teacher working in today's school has communicate personally or group to group only. നമ്മൾ നോക്കുകയാണെങ്കിൽ ടീച്ചേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ട് വരും. കുട്ടികളോടായാലും അതേപോലെ തന്നെ കുട്ടികളുടെ പാരന്റ്സിനോടായാലും നമ്മൾ പേഴ്സണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ട് വരും. മേ ബി നമ്മളൊരു മീറ്റിംഗിൽ സംസാരിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സിനോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ട് വരും. ഓക്കെ, അപ്പൊ നമ്മൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനും ഉണ്ട്. പക്ഷേ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ടോ? സാധാരണ രീതിയിൽ ടീച്ചേഴ്സ് പബ്ലിക്കിനോട് അല്ലെങ്കിൽ നമ്മൾ ഇൻഫർമേഷൻസ് ഒന്നും എന്ത് ചെയ്യില്ല, പബ്ലിക്കിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ല. ഓക്കെ, ചില പ്രൈവറ്റ് മാനേജ്മെന്റ് ഇസ് നോട്ട് അലൗ ദം ടു ഡീൽ വിത്ത് കോമണേഴ്സ് അതർ ദാൻ പാരന്റ്സ്. ചില പ്രൈവറ്റ് മാനേജ്മെന്റിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന എന്താ പറയാ സ്കൂളുകളിൽ നമ്മൾ പാരന്റ്സ് ഒഴികെ മറ്റാരോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഇപ്പൊ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി നമ്മുടെ സൊസൈറ്റിയിൽ ഉള്ള മെമ്പേഴ്സിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള റെസ്ട്രിക്ഷൻ നമുക്ക് ഉണ്ടാവും. ചില ഓരോ സ്കൂൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സംബന്ധിച്ച് അത് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. They do not have public communication at all. അവർക്ക് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. Through the school meeting and function are kept open, the people having contact with the school only attending. സ്കൂളായിട്ട് കോണ്ടാക്ട് ഉള്ളവർക്ക് വേണ്ടി മാത്രമായിരിക്കും സ്കൂളിൽ എന്തെങ്കിലും ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്കൂളായിട്ട് കോണ്ടാക്ട് ഉള്ളവർക്ക് മാത്രമായിരിക്കും എന്ത് ചെയ്യാൻ പറ്റുന്നത്, അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് വരാനായിട്ട് അനുവാദമുള്ളത്. സോ ദേ ആർ കനോട്ട് ബി പ്രൊവൈഡ് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ടാണ് അത്രയും മച്ച് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റാത്തത്. When the teacher is talking or addressing in meeting, she is undergoing group communication only. ഒരു ടീച്ചർ ഒരു ഗ്രൂപ്പിൽ ഒരു മീറ്റിംഗിൽ സംസാരിക്കുകയാണെങ്കിൽ അവിടെ എന്താണ്, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് നടക്കുന്നത്. Whereas when she is talking with parents about particular child, ഒരു കുട്ടീനോട് ആ കുട്ടിയുടെ പാരന്റിനോട് കുട്ടീനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ when she is discussing with her higher authority, അവർ ഹയർ അതോറിറ്റിനോട് സംസാരിക്കുകയാണെങ്കിൽ, ഇൻഡിവിജ്വലി സംസാരിക്കുകയാണെങ്കിൽ she is making personal communication. അപ്പൊ ആ ഒരു വ്യക്തി പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഞാൻ ഒരു കുട്ടിയുടെ പാരന്റിനോട് സംസാരിക്കുകയാണ്, പേഴ്സണലി ആ കുട്ടിയുടെ പാരന്റിനോട് മാത്രം സംസാരിക്കുകയാണെങ്കിൽ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. എന്റെ ടോപ്പ് അതോറിറ്റിനോട് അല്ലെങ്കിൽ ഞാൻ ഇൻഡിവിജ്വലി എന്റെ ഹയർ അതോറിറ്റിനോട് സംസാരിക്കുകയാണെങ്കിൽ ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ ആണ്. സോ ദാറ്റ് ദ ടീച്ചേഴ്സ് ആർ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഡിഫറെന്റ് പീപ്പിൾസ്. അതുകൊണ്ട് ടീച്ചേഴ്സ് ഡിഫറെന്റ് ആയിട്ടുള്ള വ്യക്തികളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ 3 രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. നിങ്ങളും ഈ 3 രീതിയിലും നമ്മൾ സാധാരണ രീതിയിലും 3 രീതിയിലും കമ്മ്യൂണിക്കേഷൻ പോകുന്നുണ്ട്. പേഴ്സണൽ ഓർ ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ഓർ മാസ് ഓർ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ. ഒന്ന് റീഡ് ചെയ്യാവോ എല്ലാവരും?
എല്ലാവരും റീഡ് ചെയ്തോ? ഓക്കെ. നമ്മൾ ടീച്ചർ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇനിയിപ്പോ ടീച്ചറായിട്ടൊക്കെ വർക്ക് ചെയ്യേണ്ടവരാണ്. അപ്പൊ നിങ്ങൾ മെയിൻ ആയിട്ട് ആരൊക്കെയായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. ഓക്കെ. മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത് 3 വ്യക്തികളായിട്ട് നമ്മൾ എപ്പോഴും കോൺസ്റ്റന്റ്ലി എപ്പോഴും കണ്ടിന്യൂസ്ലി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഫസ്റ്റ് മാനേജ്മെന്റ് ആണ്, ടോപ്പ് മാനേജ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ സുപ്പീരിയേഴ്സ് ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പാരന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ സോറി പാരന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ മാതാപിതാക്കളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ് കുട്ടികളോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കുട്ടികളോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ കുട്ടികൾ എന്ന് പറയുന്നത് പാരന്റ്സ് ആയിട്ട് കണക്ഷൻ ഉണ്ട്. നമ്മൾ കുട്ടികളോട് എന്തെല്ലാം കാര്യങ്ങളാണോ പറയുന്നത് അത് ആരറിയാനുള്ള ചാൻസ് ഉണ്ട്? പാരന്റ്സ് അറിയും. പറഞ്ഞോളാം. അല്ല, പേരൻസ് അറിയാനുള്ള സാധ്യത. പാരന്റ്സ് അറിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മള് കുറച്ച് പാരന്റ്സ് ആണെങ്കിൽ കുട്ടി വരുമ്പോ തന്നെ സ്കൂളൊക്കെ കഴിഞ്ഞ് വരുമ്പോ തന്നെ നമ്മൾ ചോദിക്കുമല്ലോ ക്ലാസ്സിൽ എന്തൊക്കെ പഠിപ്പിച്ചു, ടീച്ചർ എന്തൊക്കെ പറഞ്ഞു. നമുക്ക് മനസ്സിലാകും ടീച്ചർ കുട്ടീനെ നല്ല രീതിയിൽ എൻഗേജിംഗ് ആയിട്ടാണോ പഠിപ്പിക്കുന്നത്. കുറച്ചും കൂടി നമ്മൾ കോൺഷ്യസ് ആണ് കുട്ടികളുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട്, അല്ലെ? നമുക്ക് പാരന്റ്സ് എല്ലാവരും അങ്ങനെയാണ്. ടു എക്സ്പ്ലെയിൻ ക്ലിയർലി ടീച്ചേഴ്സ് കമ്മ്യൂണിക്കേഷൻ ട്രയാങ്കിൾ ഈസ്. നമ്മൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ട്രയാങ്കിൾ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. ടീച്ചേഴ്സ് ആണ് ട്രയാങ്കിളിന്റെ നടുക്കെങ്കിൽ ടീച്ചേഴ്സ് ആരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? ചിൽഡ്രൻസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, പാരന്റ്സ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, മാനേജ്മെന്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഈ 3 പേരായിട്ട് എന്താണ് കോമൺലി ഉണ്ട്. മാനേജ്മെന്റ് കുട്ടികളോടും പാരന്റ്സിനോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് മാനേജ്മെന്റിനോടും പാരന്റ്സിനോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പാരന്റ്സിന് ചിൽഡ്രൻസിനോടും മാനേജ്മെന്റിനോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ നമ്മൾ എപ്പോഴും ഒരു കോൺഷ്യസ് ആയിരിക്കണം. നമ്മൾ ടീച്ചേഴ്സ് എപ്പോഴും കുറച്ച് കോൺഷ്യസ് ആയിരിക്കണം. നമ്മൾ ആരൊക്കെയായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന ഇൻഫർമേഷൻസും കാര്യങ്ങളും നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കൺവേ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കണം. അല്ലാത്ത പക്ഷം കുട്ടികൾ ആരോടത് പറയും? പാരന്റ്സിനോട് പറയും, പാരന്റ്സ് മാനേജ്മെന്റിനോട് പറയും. സോ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ കുട്ടികളെ ഇൻഡിവിജ്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, അവരോട് സംസാരിക്കണം, അവരുടെ ടോപ്പിക്സ് കാര്യങ്ങൾ കവർ ചെയ്ത് കൊടുക്കാനൊക്കെ. നോക്കാം. The major things in all persons of 3 corners are contracting each other individually. ഇതിൽ മേജർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 3 കോർണേഴ്സ് കാണുന്നുണ്ട്. ഒന്ന് മാനേജ്മെന്റ്, ഒന്ന് ചിൽഡ്രൻ, ഒന്ന് പാരന്റ്. ഇവർ തമ്മിൽ എന്തുണ്ട്? കോൺട്രാക്ടിങ് ഈച്ച് അതർ ഇൻഡിവിജ്വലി, പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഉള്ള വ്യക്തികളാണ് ഇവര്. പാരന്റ്സ് വിത്ത് മാനേജ്മെന്റ് ഓർ ദർ ചിൽഡ്രൻ ഡയറക്റ്റ് കോൺടാക്ട് ഈസ് വെരി ഈസി. പാരന്റ്സിന് കുട്ടികളോട് ഡയറക്ട്ലി കോൺടാക്ട് ചെയ്യാൻ പറ്റും, മാനേജ്മെന്റിനോട് കോൺടാക്ട് ചെയ്യാൻ പറ്റും. Likewise, management also contact the children directly. പാരന്റ്സിനെയും നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും, കുട്ടികളോടും മാനേജ്മെന്റിന് കുട്ടികളോടും ഡയറക്ട്ലി കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ദ ടീച്ചേഴ്സ് ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദിസ്. ടീച്ചേഴ്സ് ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. ആൻഡ് ഓൾവേസ് ഷീ ഷുഡ് ബി ലെറി ഇൻ ഓൾ ഹർ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നല്ലൊരു വ്യക്തമായ ഒരു ധാരണ വേണം. എന്നാൽ മാത്രമേ നമുക്കൊരു നല്ല രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുള്ളൂ. ഓക്കെ. ഇനി ദ മാനേജ്മെന്റ് ആണ് പറയുന്നത്. ദ റിലേഷൻ ബിറ്റ്വീൻ ദ ടീച്ചേഴ്സ് ആൻഡ് ദ മാനേജ്മെന്റ് മേ ബി ലൈക്ക്. 2 രീതിയിലൂടെ ടീച്ചേഴ്സും മാനേജ്മെന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയുന്നുണ്ട്. ഒന്ന് പറയുന്നത് മാസ്റ്റർ ആൻഡ് സെർവന്റ് എന്നാണ്. നമ്മൾ മാനേജ്മെന്റ് മാസ്റ്ററും ഞങ്ങൾ ടീച്ചേഴ്സ് സെർവന്റും എന്നാണ്. മറ്റൊന്ന് ലീഡർ ആൻഡ് ഫോളോവേഴ്സ്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ ലീഡർ ആൻഡ് ദ ഫോളോവർ എന്ന് പറയുന്ന റിലേഷൻ ആണ് എനിക്കിഷ്ടം. പേഴ്സണലി എനിക്ക് അതാണ് ഇഷ്ടം. അപ്പൊ നമ്മുടെ മാസ്റ്റർ ആൻഡ് സെർവന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ഒബീഡിയന്റ് ആയിരിക്കും. ഈ മാസ്റ്ററിനോട് ഭയങ്കര ഒബീഡിയന്റ് ആയിരിക്കും. പക്ഷെ നമുക്ക് ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ലീഡർ ആൻഡ് ഫോളോവർ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻ ആണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്മാർട്ട് സ്ട്രീമില്
ഇതില് ലീഡർ ആൻഡ് ഫോളോവർ എന്ന് പറയുന്ന ഒരു റിലേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ മാനേജ്മെന്റ് പ്രൊമോട്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാല് ഞങ്ങളുടെ ലീഡർ എന്ന് പറയുന്നത് ഇപ്പൊ എനിക്ക് എല്ലാവർക്കും പേഴ്സണലി അറിയാൻ പറ്റും ജയദേവ് സാറിനെ, കുറച്ച് പേർക്കെങ്കിലും അറിയാൻ പറ്റും അല്ലെ? ഓക്കെ, അപ്പോ ജയദേവ് സാർ എന്ന് പറയുന്നത് ഒരു ലീഡറാണ്. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എപ്പോ വേണമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റിയലബിൾ ആയിട്ടുള്ള സോഴ്സ് ആണ്. അതിന് കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ സാറിന്റെ കയ്യിലുണ്ടാവും. അതേപോലെ നമ്മൾ അദ്ദേഹത്തിന് പുറകെ എന്ത് ചെയ്താൽ മതി, ലീഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്താൽ മതി. നമ്മളെല്ലാവരും ഫോളോവേഴ്സ് ആണ്. ജയദേവ് സാർ പോലെ തന്നെയാണ് ഷിൻരാജ് സാർ കേട്ടോ. രണ്ടുപേരും നമുക്ക് എന്താ പറയുക, നല്ലൊരു സപ്പോർട്ടും കാര്യങ്ങളാണ്. ലീഡർ എന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരും ഫ്രണ്ടിൽ ഉണ്ടെങ്കിൽ നമുക്കത് ഫോളോ ചെയ്യണം. അവർ പറയുന്ന ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ സക്സീഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു എന്താ റിലേഷൻഷിപ്പ്, ടീച്ചേഴ്സ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ലീഡർ ആൻഡ് ഫോളോവർ എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് ആണ്. അതൊരു ടീച്ചേഴ്സിന് ഒരു ബെസ്റ്റ് ഗുഡ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു കാര്യമാണ്. എന്നുവെച്ചാല് നമ്മള് എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് സോൾവ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരുണ്ടാവും, ജയദേവ് സാറും ഷിൻരാജ് സാറും ഉണ്ടാവും. അതിന് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുണ്ടാവും. നമുക്ക് ലാസ്റ്റ് റിസോഴ്സ് ആണെങ്കിലും അവരോട് പറഞ്ഞു കഴിഞ്ഞാലുള്ള ഒരു സൊല്യൂഷനും കാര്യങ്ങളൊക്കെ കിട്ടും. ഇനി ആദ്യത്തെ റിലേഷൻ ആണ് മാസ്റ്റർ ആൻഡ് സെർവന്റ് റിലേഷൻഷിപ്പ്. എനിക്ക് അധികം താല്പര്യമില്ലാത്തൊരു റിലേഷൻഷിപ്പാണ് മാസ്റ്റർ ആൻഡ് സെർവന്റ് എന്ന് പറയുന്നത്. മാസ്റ്ററിനോട് സെർവൻസിന് എപ്പോഴും വളരെ ഒബീഡിയന്റ് ആയിരിക്കും അല്ലെ? മാസ്റ്റർ ആൻഡ് സെർവന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒബീഡിയന്റ് ആയിരിക്കണം. അവർ പറയുന്നത് A to Z കാര്യം നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങളൊന്നും പറയാൻ അലോ ചെയ്യാതെ നമ്മളത് ഫുൾ ആയിട്ട് ഫോളോ ചെയ്യണം. ആ ഒരു റിലേഷൻഷിപ്പിനോട് എനിക്ക് താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ടീച്ചേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടില്ല. നമ്മളുടെ പ്രൊഫഷണൽ ഒരു പ്രത്യേകതയുണ്ട്. നമ്മള് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ തിരിച്ച് ചെയ്യുന്ന കാര്യത്തിന് നമുക്ക് ബെറ്റർ ആയിട്ടൊരു സാറ്റിസ്ഫാക്ഷനും കാര്യങ്ങളും കിട്ടും. ഓക്കെ, ആ ഒരു മാസ്റ്റർ ആൻഡ് സെർവന്റ് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ വളരെ കുറവായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഏത് ടൈപ്പ് ഓർഗനൈസേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ മാസ്റ്റർ ആൻഡ് സെർവന്റ് റിലേഷൻഷിപ്പ് ആണോ, ലീഡർ ആൻഡ് ഫോളോവർ റിലേഷൻഷിപ്പ് ആണോ ഉള്ളത് എന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കാനായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ഈ ഒരു കാര്യം സ്വയം മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് മാനേജ്മെന്റ് എന്ന് പറയുന്നത്, നമ്മുടെ സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു സിംഗിൾ പേഴ്സൺ ആവാം. ഒരു സോൾ ട്രേഡർ ഒറ്റയ്ക്കായിരിക്കാം ആ ഒരു സ്കൂള് റൺ ചെയ്യണമെങ്കിൽ അതൊരു മാനേജ്മെന്റ് എന്ന് പറയുന്നത് സിംഗിൾ പേഴ്സൺ ആവാം. ഇനി ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഉണ്ട് എന്ന് വെച്ചാൽ ട്രസ്റ്റോ സൊസൈറ്റിയോ അസോസിയേഷന്റെ ഒക്കെ കീഴിലാണ് നമ്മളുടെ എന്താ പറയുന്നത് ഈ ഒരു മാനേജ്മെന്റ് സ്കൂൾ വരുന്നതെങ്കിൽ ഇത് എന്താണ് അസോസിയേഷന്റെ ബേസിലായിരിക്കും സ്കൂൾ റൺ ചെയ്യുന്നത്. ഇനി റിലീജിയസ് ഗ്രൂപ്പിന്റെ ബേസിൽ എന്ത് വരുന്നുണ്ട്, അതിന്റെ കീഴിൽ സ്കൂളുകൾ വരുന്നുണ്ട് അല്ലെ? നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് സ്കൂളുകൾ ഗവൺമെന്റ് ഏരിയയിൽ നിന്ന് എന്താ പറയുക പബ്ലിക് സെക്ടറിനേക്കാൾ കൂടുതൽ പ്രൈവറ്റ് സെക്ടറിലാണ് കൂടുതലുള്ളത് അല്ലെ? ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിലും റിലീജിയസ് ഗ്രൂപ്പിന്റെ കീഴിലുള്ള സ്കൂളുകളാണ് കൂടുതൽ. നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ റിലീജിയസ് ഗ്രൂപ്പ്സിനും കീഴിലും എന്തുണ്ട്, അതായത് അവർക്ക് വേണ്ട പ്രൈമറി എഡ്യൂക്കേഷൻ മുതൽ എന്താ പറയാ എഞ്ചിനീയറിംഗ് വരെ പ്രൊവൈഡ് ചെയ്യുന്ന എന്തുണ്ട് സ്കൂളുകളും കാര്യങ്ങളൊക്കെ കോളേജസും സ്കൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. റിലീജിയസ് ഗ്രൂപ്പിന്റെ കീഴിലും സ്കൂളുകൾ വരുന്നുണ്ട്. നമുക്ക് നോക്കാം. മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ പേഴ്സൺ ആണ് അത് റൺ ചെയ്യണമെങ്കിൽ അധികമായിരിക്കും സോൾ ട്രേഡർഷിപ്പ് അല്ലെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, ആരും കേട്ടിട്ടില്ല? കേട്ടിട്ടുണ്ട്. അവരെ കൊമേഴ്സ് ആയിരിക്കണം. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയും. ഒറ്റ ആള് ബിസിനസ് ചെയ്യുന്ന ആ ഒരു ഫോം ഓഫ് ബിസിനസിനെ നമ്മൾ പറയുന്ന പേരാണ് സോൾ ട്രേഡർഷിപ്പ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയും. ഓക്കെ, a lady or a gentleman may run a school as sole tradership. ഒരു ലേഡി ആവാം, ഒരു ജെന്റിൽമാൻ, ഒരു വ്യക്തി ആവാം, ഒരു സ്കൂൾ റൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് സോൾ ട്രേഡർഷിപ്പ് എന്ന് പറയും. In such case, they will also be head of the institution having the entire control. ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ എൻറ്റയർ കൺട്രോൾ എങ്ങനെയായിരിക്കും? ആ വ്യക്തികൾക്ക്, ആ ഒരു ഒറ്റ വ്യക്തിയുടെ കയ്യിലായിരിക്കും. ഫുൾ കൺട്രോളും ആ ഒരു വ്യക്തിക്കായിരിക്കും. So the teachers can simply follow the procedure and she can have
ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് മാനേജ്മെന്റ്. സോ ടീച്ചേഴ്സിന് സിംപ്ലി ആ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്താൽ മതി. ടീച്ചേഴ്സിന് എന്തെങ്കിലും കാര്യങ്ങൾ ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട് മാനേജ്മെന്റിനോടെങ്കിൽ ആ ഒരു വ്യക്തിയോട് നമുക്ക് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് ആണ് അസോസിയേഷൻ, ട്രസ്റ്റ് ഓർ സൊസൈറ്റി എന്ന് പറയുന്നത്. സംടൈംസ് the school are controlled by association. Group of personsനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അസോസിയേഷൻ പറയുന്നത്. which may be communal or urban or some other groups. communal groups ആവാം, അല്ലെങ്കിൽ എന്താ പറയാ അസോസിയേഷൻ ആവാം, ട്രസ്റ്റുകൾ ആവാം, ഒരു സൊസൈറ്റിയുടെ കീഴിൽ വരുന്ന ഗ്രൂപ്പ് ആവാം, അല്ലെങ്കിൽ സം അതർ ഗ്രൂപ്പ്സ് ആവാം. പാർട്ട്ണർഷിപ്പിന്റെ ബേസിലൊക്കെ വരുന്ന ആ ഒരു ഫോം ഓഫ് ബിസിനസിനെയാണ് എന്ത് പറയുന്ന അസോസിയേഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെയാണെന്ന് അറിയാമോ? സ്മാർട്ട് സ്ട്രീം എന്ന് പറയുന്നത് സിംഗിൾ പേഴ്സൺ അല്ല റൺ ചെയ്യണത്, അറിയാലോ? അറിഞ്ഞൂടെ ആർക്കും? അസോസിയേഷൻ ആണ്. രണ്ടുപേര് ഒരുമിച്ച് ജോയിൻ ചെയ്ത് 2 persons പാർട്ണർഷിപ്പ് ആണ്. എന്താ പറയാ രണ്ട് വ്യക്തികളാണ് ഈ ഒരു സ്ഥാപനം റൺ ചെയ്യുന്നത്. ഒരാള് ഈ ഒരു സ്ഥാപനത്തിന്റെ ബ്രെയിൻ ആണെങ്കിൽ മറ്റൊരാൾ ഈ ഒരു സ്ഥാപനത്തിന്റെ ഹാർട്ട് ആണ്. ബ്രെയിൻ എന്ന് പറയുന്നത് ഷിൻഡ സാറാണ്, ഹാർട്ട് എന്ന് പറയുന്നത് ജയദേവ് സാറാണ്. അപ്പൊ രണ്ടുപേരും ഒരുമിച്ച് ആണ് ഈ ഒരു സ്ഥാപനം മുന്നോട്ട് റൺ ചെയ്യുന്നത്. അപ്പോ sometimes the schools are controlled by association, which may be communal society ആവാം, ട്രസ്റ്റുകൾ ആവാം, some groups ആവാം. In such case there are chance for many rules. അങ്ങനെ വരുമ്പോ നമുക്ക് ഒരുപാട് റൂൾസുകൾ വരും. ഇപ്പൊ രണ്ട് വ്യക്തികളാകുമ്പോൾ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല. രണ്ടുപേരും കൂടി ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കുകയാണ്. ചിലപ്പോൾ അസോസിയേഷനിൽ ഒരു 20 മെമ്പേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കും. ഒരു അസോസിയേഷനിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ 20 പേരെന്ന് വിചാരിക്കും. 20 പേരുടെയും അഭിപ്രായങ്ങൾ 20 ടൈപ്പ് ആയിരിക്കില്ലേ? അപ്പൊ അവിടെ കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ നമുക്ക് ആ 20 പേരിനോട് ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ നമ്മൾ ആ 20 പേരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇറ്റ് ഈസ് ബെറ്റർ ഫോർ ദ ടീച്ചേഴ്സ് ടു അവോയ്ഡ് കോൺടാക്ട് ദ മാനേജ്മെന്റ്. നമ്മൾ നേരിട്ട് മാനേജ്മെന്റ് കോൺടാക്ട് ചെയ്യുന്നതിലും നല്ലത് ഇൻ പേഴ്സൺ ആൻഡ് അസസ് ദ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ. നമുക്ക് ആ ഒരു വ്യക്തിനോടോ അല്ലെങ്കിൽ ആ ഒരു ഇമ്മീഡിയറ്റ് സുപ്പീരിയറിനോടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അസസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അസോസിയേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂള് കൺട്രോൾ ചെയ്യുന്നത് ചിലപ്പോൾ അസോസിയേഷൻസ് ആവാം. നമ്പർ ഓഫ് പേഴ്സൺസ് 2 അതിൽ കൂടുതൽ പേഴ്സൺസ് ആയിരിക്കും അസോസിയേഷൻസ് കൺട്രോൾ ചെയ്യുന്നത്. സോ ഒരുപാട് റൂൾസും കാര്യങ്ങളും വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ നമ്പർ ഓഫ് പേഴ്സൺസ് കൂടുന്നതിനനുസരിച്ച് ഒരുപാട് റൂൾസും കാര്യങ്ങളും നമ്മളുടെ അസോസിയേഷനിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മള് ടീച്ചേഴ്സ് എന്താണ് മാനേജ്മെന്റിനോട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലും ബെറ്റർ ആയിരിക്കും നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സുപ്പീരിയറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? രണ്ടെണ്ണം, സിംഗിൾ പേഴ്സണും അസോസിയേഷനും. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് റിലീജിയസ് ഗ്രൂപ്പിന്റെ കീഴിൽ വരുന്ന സ്കൂളുകളാണ്. നമുക്കറിയാം മിക്ക റിലീജിയസ് ഗ്രൂപ്പിന്റെ കീഴിലും സ്കൂളുകളും കോളേജുകളും ഒക്കെ ഉണ്ട്, അല്ലെ? അപ്പോ എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബെറ്റർ ആയിട്ടുള്ള ഒരു വേ ഓഫ് എന്താണ് നമ്മളുടെ ഭാവി ജനറേഷന് വേണ്ടിയിട്ട് നമ്മളുടെ എന്താ പറയാ റിലീജിയസ് ഗ്രൂപ്പുകൾ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് ഈ സ്കൂളുകളെല്ലാം. നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ എന്താ പറയാ SNDP, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്, SNDPയുടെ കീഴിൽ ഒരുപാട് സ്കൂളുകളുണ്ട്. ഞങ്ങളുടെ അടുത്ത് SNM എന്ന് പറയുന്ന, നമുക്ക് ആർക്കെങ്കിലും അറിയോ SNM കോളേജ്? SNM മാലിയഗ്ര കേട്ടിട്ടുണ്ടോ? മാലിയഗ്ര കോളേജ് എന്നൊക്കെ പറയും. ജസ്റ്റ് ഒരു SNDPയുടെ കീഴിൽ വരുന്ന ഒരു കോളേജാണ്. ഈ SNM എന്ന് പറയുന്ന ശ്രീനാരായണ അസോസിയേഷൻ ആണ്. അവിടെ പ്രീ സ്കൂൾ മുതൽ എഞ്ചിനീയറിംഗ് കോളേജ് വരെ ഉണ്ട്. പ്രീ സ്കൂൾ മുതൽ കുഞ്ഞു കുട്ടികളുടെ സ്കൂൾ മുതൽ എഞ്ചിനീയറിംഗ് കോളേജ്, അതിൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി കോളേജ്, ആർട്സ് കോളേജ്, അതേപോലെ തന്നെ BEd കോളേജ്, ITI, പോളിടെക്നിക്, എഞ്ചിനീയറിംഗ് കോളേജ് വരെയും അവിടെ ഉണ്ട്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ചില റിലീജിയസ് ഗ്രൂപ്പിന്റെ കീഴിൽ ഒരു നീണ്ട ലിസ്റ്റ് ഉണ്ടാവും. ഞാൻ ഓരോന്നും എടുത്ത് പറയുന്നില്ല എന്നുള്ളൂ കേട്ടോ. എനിക്കറിയാം ക്രിസ്ത്യൻ മിഷണറീസിന്റെ കീഴിൽ ഒരുപാട് സ്കൂളുകളും മെഡിക്കൽ കോളേജസ് ഉണ്ട്. അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മള് മുസ്ലിം സ്കൂളുകളുടെ കീഴിലും ഒരുപാടുണ്ട്. അപ്പൊ നമ്മളുടെ MES ഞങ്ങൾ ഇവിടെ മോണ്ടിസോറി സ്കൂൾ ഉള്ളത് MES
സ്കൂള് ഒരു മന്നത്തുള്ള ഒരു ഇസ്ലാമിക് സ്കൂളാണ്. അവിടെയാണ് മോണ്ടിസോറി സിലബസ് ഫോളോ ചെയ്യുന്ന ഒരു സ്കൂൾ ഉള്ളത്. ഞങ്ങളുടെ അടുത്തായിട്ടുള്ള ഒരു സ്കൂളാണ്. മോണ്ടിസോറി സിലബസ് ഫോളോ ചെയ്യുന്ന ഒരു സ്കൂളാണ് MES ഇസ്ലാമിക് പ്രൈമറി സ്കൂൾ എന്ന് പറഞ്ഞിട്ട് മന്ന. അപ്പോ എന്നുവെച്ചാല് ഒരുപാട് റിലീജിയസ് ഗ്രൂപ്പിന്റെ കീഴിലും നമ്മൾ എന്ത് വരാറുണ്ട്, ഇങ്ങനെ സ്കൂളുകളും കാര്യങ്ങളും വരാറുണ്ട്. സോ നമ്മളിപ്പോ ടീച്ചറായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാൻ പോവാണ്. ഇപ്പൊ ഞാൻ മോണ്ടിസോറി ടീച്ചറായിട്ട് ഒരു ഇസ്ലാമിക് സ്കൂളിൽ ജോയിൻ ചെയ്യാൻ പോവാണെങ്കിൽ എനിക്ക് ആ റിലീജിയനെ കുറിച്ചിട്ട്, ഞാൻ നോട്ട് ബിലോങ്സ് ടു ആ റിലീജിയൻ, ആ ഒരു റിലീജിയനിലല്ല, പക്ഷേ ഞാൻ ആ റിലീജിയനെ റെസ്പെക്ട് ചെയ്യണം. അവർക്ക് കുറച്ച് എന്താ പറയാ രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് ഞാൻ ഫോളോ ചെയ്യണം. എന്ന് വെച്ചാൽ ഞാൻ സ്കൂളിന് കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ ആ സ്കൂളിൽ അല്ലെങ്കിൽ ആ ഒരു റിലീജിയൻസ് ഗ്രൂപ്പിന്റെ കീഴിലുള്ള കാര്യങ്ങൾ ഞാൻ ഫോളോ ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ മാത്രമേ അത് ജോയിൻ ചെയ്തിട്ട് കാര്യമുള്ളൂ. മനസ്സിലായോ? നമ്മൾ ഏത് സ്കൂളിലാണോ ജോയിൻ ചെയ്യാൻ പോകുന്നത്, അതിപ്പോ റിലീജിയസ് ഗ്രൂപ്പിന്റെ കീഴിലുള്ള സ്കൂളുകളാണെങ്കിൽ ആ റിലീജിയസ് ഗ്രൂപ്പ് പറയുന്ന ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഫോളോ ചെയ്യുമെങ്കിൽ മാത്രം നമ്മൾ ആ സ്കൂളിൽ ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, അവര് പറയും ചിലപ്പോ പറയും പ്രെയർ, ചിലപ്പോ എല്ലാ കുട്ടികൾക്കും പ്രെയർ വേണം, പ്രെയർ എന്തൊക്കെയുണ്ടാവും, മോർണിംഗും ഈവനിങ്, അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. പക്ഷെ നമ്മൾ ഫോളോ ചെയ്യുമെങ്കിൽ മാത്രം നമ്മൾ ജോയിൻ ചെയ്താൽ മതി, സ്കൂളിൽ ജോയിൻ ചെയ്താൽ മതി. നമ്മളുടെ വ്യൂ പോയിന്റും സ്കൂളിന്റെ വ്യൂ പോയിന്റും തമ്മിൽ മാച്ച് അല്ലെങ്കിൽ നമ്മൾ മാക്സിമം ആ ഒരു അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെയുള്ള സ്കൂളുകൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ല, നമുക്ക് ഓക്കെ ആണ്, നമുക്ക് അവിടെ വർക്ക് ചെയ്യാനായിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ ജോയിൻ ചെയ്യാം. ഓക്കെ, നോക്കാം കേട്ടോ. റിലീജിയസ് ഗ്രൂപ്പ് ആണ്. This type of school is started only for the development of the religion. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ റിലീജിയനിൽ ഉള്ള കുട്ടികളുടെ ഡെവലപ്മെന്റ് വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയുള്ള സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്തത്. ശരിക്കും ആദ്യകാലങ്ങളിൽ അങ്ങനെയാണെങ്കിൽ, ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മള് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ റിലീജിയസ് ഡെവലപ്മെന്റ് വേണ്ടിയിട്ടല്ല ഒരു സ്കൂളുകളും റൺ ചെയ്യുന്നത്. ഞാൻ നോക്കിയപ്പോ ഇസ്ലാമിക്, ഞാൻ പറഞ്ഞില്ലേ മന്നത് ഇസ്ലാമിക് സ്കൂളിന്ന്, അവിടെ ഹിന്ദു കുട്ടികളുണ്ട്. അവിടെ കൂടുതലും മുസ്ലിംസ് കുട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഹിന്ദു കുട്ടികളെ കൂടുതല്. അതേപോലെ തന്നെ അവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, എന്റെ ഒരു ഫ്രണ്ട് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആള് ടീച്ചറാണ്, ആള് ഹിന്ദു ആണ്. അപ്പൊ ആ ഒരു ഡിഫറൻസ് ഇന്നില്ല കേട്ടോ, അവരുടെ റിലീജിയസ് ഗ്രൂപ്പിലുള്ള കുട്ടികളുടെ ഡെവലപ്മെന്റ്. പക്ഷെ ആദ്യകാലങ്ങളിൽ അങ്ങനെ ഉണ്ടായിരുന്നു. കാരണം ആദ്യകാലങ്ങളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻഡിപെൻഡൻസ് ഒക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് അധികം ഡെവലപ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ നമുക്ക് മെയിൻ ആയിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എഡ്യൂക്കേഷനിലൂടെ മാത്രമാണ് കുട്ടികളിൽ എന്ത് വരുന്നത്, അവരുടെ ബെറ്റർ ആയിട്ടുള്ള ഭാവിക്ക് മനസ്സിലാക്കിയ റിലീജിയസ് ഗ്രൂപ്പ് അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ് ഇങ്ങനെയുള്ള സ്കൂളുകളും കാര്യങ്ങളും ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അവർക്ക് അത് മനസ്സിലാക്കാൻ അന്നേ മനസ്സിലാക്കിയതുകൊണ്ടാണ് നമ്മളെല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പൊ കേരളത്തിന് നല്ല രീതിയിലുള്ള ഒരു ലിറ്ററസി റേറ്റും കാര്യങ്ങളും ഉള്ളത് തന്നെ. അപ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിലീജിയസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടർ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു വിഭാഗം തന്നെയാണ്. ഓക്കെ, നമ്മള് അത്രയും നല്ല രീതിയിൽ അവരുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പഠിച്ചതേ ഒരു കോൺവെന്റ് സ്കൂളാണ്, ഒരു ക്രിസ്ത്യൻ സ്കൂളാണ് ഞാൻ പഠിച്ചത്, ചെറുപ്പത്തിൽ പഠിച്ചേക്കാം. സോ എന്റെ വീട്ടിലെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വീക്ക് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ പഠിച്ചു വരുന്നത്. സോ ആ സമയത്ത് എനിക്ക് സാധാരണ കുട്ടികൾ അടയ്ക്കുന്ന പോലെ ഫീസോ കാര്യങ്ങളോ ഒന്നും എനിക്ക് പേ ചെയ്യാനായിട്ട് പറ്റില്ലായിരുന്നു. പക്ഷേ ഞങ്ങളുടെ അവിടെ പള്ളി സ്കൂൾ എന്ന് പറയും, അവിടെ നിന്നാണ് എനിക്ക് വേണ്ട, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ പൈസ ഒന്നും പേ ചെയ്യാനായിട്ട് പറ്റാത്തതുകൊണ്ട് അവര് തന്നെയായിരുന്നു ആ പൈസയും കാര്യങ്ങളൊക്കെ പേ ചെയ്തിരുന്നത്. അത്രയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗമായിരുന്നു എന്റെ ഫാമിലി എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്താണ് എനിക്ക് പിന്നീട് എനിക്ക് ആ ഒരു കോൺഫിഡൻസും കാര്യങ്ങളും നല്ല സപ്പോർട്ട് ആ ടൈമിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മള് നോക്കുകയാണെങ്കിൽ ഇപ്പൊ 10th ഒക്കെ പാസ് ഔട്ട് ആവുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഏരിയയിലെ എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നല്ലൊരു എന്താ പറയാ കൺഗ്രാറ്റുലേഷൻ സെറമണിയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുക്കുമല്ലേ. അവിടെ നമ്മൾ എന്താണ് റിലീജിയൻസിന്റെ ബേസിൽ ഒന്നല്ല കൊടുക്കുന്നത്, ഏത് റിലീജിയനിലുള്ള കുട്ടികൾക്കും നമ്മൾ അവിടെ എന്ത് കൊടുക്കുന്നുണ്ട്, അംഗീകാരവും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ സോ ദർ ആർ മോർ റിലീജിയസ് ആക്ടിവിറ്റി. നമ്മൾ നോക്കുമ്പോൾ കുറച്ച് റിലീജിയസ് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ SNDP അല്ലെങ്കിൽ ശ്രീനാരായണ SNDPയുടെ കീഴിലുള്ള ഒരു സ്കൂളാണെങ്കിൽ അവിടെ പ്രയർ സോങ് എന്ന് പറയുന്നത്
ശ്രീനാരായണ ഗുരുവിനെ റിലേറ്റ് ചെയ്യുന്ന സോങ്സ് ആവാനാണ് ചാൻസ്. അപ്പൊ നമ്മൾ ആ ഒരു സോങ് പ്രയർ ആണല്ലോ, നമ്മളത് ജസ്റ്റ് പ്രയർ നമ്മൾ നിർബന്ധിച്ച് ആരും പറയിപ്പിക്കില്ല. പക്ഷെ നമ്മളത് എന്ത് ചെയ്യണം, ആ സമയത്ത് പ്രയർ ചെയ്യണം. നമുക്ക് നമ്മുടെ ദൈവത്തിൽ എന്ത് ചെയ്യാം, പ്രയർ ചെയ്യാം. അത് ഇങ്ങനെയാവാം. അപ്പോ നമ്മൾ ടീച്ചേഴ്സും ആ ഒരു പ്രയറും കാര്യങ്ങളും റിലീജിയസ് ആക്ടിവിറ്റീസും കാര്യങ്ങളും എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. ഞാൻ പ്രയർ പറയില്ല, എനിക്ക് ആ ടൈമിൽ പ്രയർ പറയാൻ പറ്റില്ല, ഞാൻ ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കും എന്ന് പറയാനായിട്ട് പാടില്ല. നമ്മൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രയറും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഫോളോ ചെയ്യണം. അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ അങ്ങനെ ഓരോ ആക്ടിവിറ്റീസും നമ്മൾ ഫോളോ ചെയ്യുന്നതിൽ വരും. The teacher should understand this before joining school. നമ്മൾ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായൊരു ധാരണ വേണം. നമ്മൾ ഏത് റിലീജിയസ് ഗ്രൂപ്പിന്റെ കീഴിലുള്ള സ്കൂളാണ്, എനിക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റുമോ, പറ്റുമെങ്കിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ അവിടെ എക്സിറ്റ് ചെയ്യാം, അല്ലെ വേണ്ട എന്ന് വെക്കാനായിട്ട് നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ഈവൻ ഇഫ് ടീച്ചേഴ്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു ദ സെയിം റിലിജൻ, ഷീ വാണ്ട്സ് ടു ഫോളോ ദെയർ ഇൻസ്ട്രക്ഷൻസ്. നമ്മൾ ആ ഒരു റിലീജിയനിൽ അല്ലെങ്കിൽ പോലും നമ്മൾ അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഫോളോ ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ്. ഓക്കെ, അപ്പോ നാളെ നിങ്ങളൊക്കെ ഈ ഒരു കോഴ്സ് ഒക്കെ കഴിഞ്ഞ് പ്ലേസ്ഡ് ആകുമ്പോൾ ചിലപ്പോ എന്താ പറയാ, സിംഗിൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, സോൾ ട്രേഡർ കണ്ടക്ട് ചെയ്യുന്ന ബിസിനസ് ആവാം, അസോസിയേഷൻസ് ആവാം, ഏത് റിലീജിയസ് ഗ്രൂപ്പ് ആവാം. അപ്പൊ റിലീജിയസ് ഗ്രൂപ്പ് ആണെങ്കിൽ അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഫോളോ ചെയ്യുമെങ്കിൽ മാത്രം ആ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ പിന്നെ നമുക്ക് പിന്നീട് എന്തെങ്കിലും ക്ലാഷും കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പൊ പിന്നെ നമ്മളെല്ലാവരും റിലീജിയനും റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. നമ്മുടെ ക്ലാസ്സിൽ ചിലപ്പോൾ ഡിഫറെന്റ് റിലീജിയൻ എന്നുള്ള കുട്ടികൾ ഉണ്ടാവും, അവർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള നീഡ്സും കാര്യങ്ങളും ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യുക, റെസ്പെക്ട് ചെയ്യുക. ഓക്കെ, ഓക്കെ. അപ്പൊ മാനേജ്മെന്റ് ഒന്ന് വായിച്ചേ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഡി എന്ന് പറയുന്ന പോയിന്റ് അല്ല കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് ഡി അല്ല, അത് ജസ്റ്റ് നെക്സ്റ്റ് ഹെഡിങ് പോലെയാണ് വരുന്നത് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് എന്ത് ചെയ്തേക്ക്, റൈസ് ചെയ്തേക്ക് കേട്ടോ. കമ്മ്യൂണിക്കേഷൻ വിത്ത് മാനേജ്മെന്റ് ആണ് പറയുന്നത്. ടീച്ചർ ഷുഡ് നോട്ട് കോണ്ടാക്ട് ദ ടോപ്പ് മാനേജ്മെന്റ് ഓഫ്റ്റൻ ഈവൻ വിത്ത് പ്രൊമോട്ട് സുപ്പീരിയർ. നമ്മളില്ലേ
ടോപ്പ് മാനേജ്മെന്റിനോട് നമ്മൾ നേരിട്ട് ടീച്ചേഴ്സ് കോൺടാക്ട് ചെയ്യേണ്ടതായിട്ടില്ല. നേരിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, കോൺടാക്ട് ചെയ്യണ്ട. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സുപ്പീരിയറിനോട് നമ്മൾ ആ കാര്യം പറഞ്ഞാൽ മതി. ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എനിക്ക് മാനേജ്മെന്റിനോട് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്റെ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ എന്ന് പറയുന്നത് മോണ്ടിസോറിയുടെ ഹെഡ് ആരാന്ന് അറിയാലോ എല്ലാവർക്കും? അറിയോ? അറിയൂടാ? മോണ്ടിസോറി MPയുടെ ഹെഡ് എന്ന് പറയുന്നത്, അല്ലെ മോണ്ടിസോറിയുടെ ഹെഡ് അറിഞ്ഞൂടാർക്കും? കഷ്ടാട്ടോ. നമ്മുടെ ജിഷാ മിസ് ആണ്. അപ്പൊ എനിക്ക് ടോപ്പ് മാനേജ്മെന്റിനോട് എന്തെങ്കിലും കാര്യങ്ങൾ, മോണ്ടിസോറി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ഇന്നത്തെ ക്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പോർഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആരോട് ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? ജിഷാ മിസ്സിനോടായിരിക്കും ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ജിഷാ മിസ് മുഖേനയായിരിക്കും ആർക്ക് മാനേജ്മെന്റിനോട് ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. നമുക്ക് ടോപ്പ് മാനേജ്മെന്റിനോട് എപ്പോഴും ഡയറക്റ്റ് കോൺടാക്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. സോ ടീച്ചേഴ്സ് ഷുഡ് നോട്ട് കോൺടാക്ട് ദ ടോപ്പ് മാനേജ്മെന്റ്. നമ്മൾ നേരിട്ട് ടോപ്പ് മാനേജ്മെന്റിനെ കോൺടാക്ട് ചെയ്യുന്നതിലും നല്ലത് സുപ്പീരിയറിന് നേരിട്ട്, സുപ്പീരിയറിനോട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സുപ്പീരിയറിനോട് നമ്മൾ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. ഡെയിലി ഡ്യൂട്ടി ഈസ് ടു വിഷ് ഇൻ മോർണിംഗ് ആൻഡ് ഗെറ്റ് പെർമിഷൻ വൈൽ ലീവിംഗ് ഫ്രം ദി സ്കൂൾ. നമ്മളിപ്പോ ഡെയിലി ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ ടോപ്പ് മാനേജ്മെന്റ് അല്ലെങ്കിൽ CEO കാണുകയാണെങ്കിൽ വിഷ് ചെയ്യാം, നമ്മുടെ ഗുഡ് മോർണിംഗ്. അതേപോലെ നമുക്ക് പെർമിഷനുകൾ പോവാണെങ്കിൽ അവർ പെർമിഷൻ ചോദിക്കാം. അത്രയും മാത്രമേ നമുക്ക് ടോപ്പ് മാനേജ്മെന്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുള്ളൂ. ബാക്കി എല്ലാം നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സുപ്പീരിയറിനോട്, ഹെഡിനോടായിരിക്കും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോ നിങ്ങൾ ഇനി വർക്കൊക്കെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് മാനേജ്മെന്റിനോട് എന്തെങ്കിലും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് നിങ്ങൾ ആരോട് ഇമ്മീഡിയറ്റ്ലി പറയണം? നമ്മളുടെ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ, നമ്മുടെ ഹെഡിനോടായിരിക്കണം ആദ്യം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഇന്നെടുത്ത പോർഷൻസ് ഒന്നും കൂടി സമ്മർദ്ദം ചെയ്ത് പറയാം. നമ്മൾ കമ്മ്യൂണിക്കേഷൻ ആണ് പറഞ്ഞത് അല്ലെ? ആദ്യം ഞാൻ പറഞ്ഞത് കമ്മ്യൂണിക്കേഷന്റെ ആക്ച്വൽ 3 ടൈപ്സ് ആണ് ഞാൻ പറഞ്ഞത്. പേഴ്സണൽ ഓർ ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, മാസ് ഓർ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ. അങ്ങനെ 3 രീതിയിലാണ് കമ്മ്യൂണിക്കേഷൻസ് വരുന്നത്. പേഴ്സണൽ ഓർ ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ പേഴ്സണോട് നമ്മൾ പേഴ്സണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. പേഴ്സണൽ ലെറ്റർ ആവാം, പേഴ്സണൽ ടെലിഫോൺ ആവാം, ടെലിഫോൺ മെസ്സേജസ് ആവാം. ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ഇൻഡിവിജ്വലി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് പേഴ്സണൽ ഓർ ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു നമ്പർ ഓഫ് പേഴ്സൺസിനോട് മാത്രമാണ് നമ്മൾ ആ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷനെയാണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞ എന്താണ്? സർക്കുലേഴ്സ് ആർ about teachers meeting are sent to every classroom പറഞ്ഞു. ടീച്ചേഴ്സ് മീറ്റിങ്ങിനെ കുറിച്ചുള്ള സർക്കുലേഴ്സ് എല്ലാ ക്ലാസ് റൂമിലേക്കും സെൻഡ് ചെയ്യുന്നു. അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടീച്ചേഴ്സിനോട് മാത്രമാണ് ആ കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ടീച്ചേഴ്സിനോട് മാത്രമായിരിക്കും ആ ഒരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും വരുന്നത്. നെക്സ്റ്റ് ആണ് നമ്മൾ പറഞ്ഞതാണ് മാസ് ഓർ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ റേഡിയോയിലൂടെ കേൾക്കുന്ന ഇൻഫർമേഷൻസ്, ടെലിവിഷനിലൂടെ കേൾക്കുന്ന ഇൻഫർമേഷൻസ്, ന്യൂസ് പേപ്പേഴ്സിലൂടെ നമ്മൾ വായിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെ എന്തിന്റെ മോഡലാണ്? പബ്ലിക് കമ്മ്യൂണിക്കേഷൻ മോഡലാണ്. ശരിക്കും പറഞ്ഞാൽ ടീച്ചേഴ്സ് നമ്മള് പേഴ്സണൽ കമ്മ്യൂണിക്കേഷനും ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനും ചെയ്യാറുണ്ടെങ്കിലും പബ്ലിക് കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ്. ടീച്ചേഴ്സ് ആയിട്ട് പബ്ലിക്കിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വളരെ കുറവാണ്. സോ ദേ ടു cannot communicate much public communication. ടീച്ചേഴ്സിന് ഒരുപാട് പബ്ലിക് കമ്മ്യൂണിക്കേഷൻസ് കാര്യങ്ങളും കുറവായിരിക്കും. നമുക്ക് എങ്ങനെയാണ്? പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇനി നമ്മളെ ടീച്ചേഴ്സ് മെയിൻ ആയിട്ട് 3 വ്യക്തികളായിട്ട് സ്ഥിരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് നമ്മളുടെ ഫേവറബിൾ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ചിൽഡ്രൻസ് ആണ്. നമ്മൾ പ്രിയപ്പെട്ട നമ്മുടെ കുട്ടികളായിട്ട് നമ്മൾ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളവിടെ കമ്മ്യൂണിക്കേറ്റ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അവിടെ എന്താണ് അവർക്ക് കുട്ടികളിൽ ഡെവലപ്മെന്റ് സംഭവിക്കില്ല. അപ്പൊ നമ്മൾ സ്ഥിരം അവരുടെ സ്റ്റഡീസിലും എഡ്യൂക്കേഷനിലും അല്ലെങ്കിൽ അവരുടെ കഴിവുകളിലും നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനും അവരെ സൂപ്പർവൈസ് ചെയ്ത് നമ്മൾ അവരോട് എപ്പോഴും സ്ഥിരം ഒരു കമ്മ്യൂണിക്കേഷൻ വേണം കുട്ടികളായിട്ട്. ഇനി നമ്മൾ പാരന്റ്സിനോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം കുട്ടികളുടെ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടും കുട്ടികളുടെ പ്രോഗ്രസിനെ കുറിച്ചിട്ടും കുട്ടികളിൽ വരുന്ന മാറ്റത്തെ കുറിച്ചിട്ടും നമ്മൾ ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? പാരന്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ദെൻ മാനേജ്മെന്റിനോട് ചിലപ്പോ ചില ക്ലാസ്സുകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നമ്മളുടെ പേഴ്സണലി
ടീച്ചർമാരെ മാത്രം അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോ ഈ 3 വ്യക്തികളായിട്ടാണ് മെയിൻലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ടീച്ചർ എന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഒന്ന് കുട്ടികള്, പിന്നൊന്ന് പാരന്റ്സ്, പിന്നൊന്ന് മാനേജ്മെന്റ്. അപ്പൊ ഈ 3 പേരായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ വേണം, ഇവര് 3 പേരായിട്ട് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ട്. അത് അവർക്ക് ഈസിലി അവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ കുട്ടികളോട് സംസാരിക്കുമ്പോൾ കുട്ടികള് അത് മാനേജ്മെന്റിനോടും പാരന്റ്സിനോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ലൈക്വൈസ് നമുക്ക് മാനേജ്മെന്റിന് കുട്ടികളോട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അതേപോലെ തന്നെ മാനേജ്മെന്റ് പാരന്റ്സിനോട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സോ നമ്മൾ കുറച്ച് കോൺഷ്യസ് ആയിട്ട് വേണം ഈ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ ചെയ്യാൻ. ഇനി മാനേജ്മെന്റ് ടീച്ചേഴ്സിനോടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്റ്റർ ആൻഡ് സെർവന്റ് റിലേഷൻഷിപ്പ്, ലീഡർ ആൻഡ് ഫോളോവർ റിലേഷൻഷിപ്പ് ആണ്. അങ്ങനെ 2 റിലേഷൻഷിപ്പ് ആണ് മാനേജ്മെന്റിനോടുള്ളത് കുട്ടികൾക്ക്. ഫസ്റ്റ് വൺ എങ്ങനെയായിരുന്നു, മാസ്റ്റർ ആൻഡ് സെർവന്റ്. സെക്കൻഡ് വൺ ഈസ് ലീഡർ ആൻഡ് ഫോളോവർ. ഇതില് നമ്മൾ നോക്കുമ്പോൾ മാസ്റ്റർ ആൻഡ് സെർവന്റ് എന്ന് പറയുന്നത് ഒരു ഔട്ട്ഡേറ്റഡ് അല്ലെങ്കിൽ പഴയ ഒരു കൺസെപ്റ്റ് ആണ്. നമ്മള് മാനേജ്മെന്റ് എന്ന് പറയുന്നത് മാസ്റ്റേഴ്സും അവിടെ വർക്ക് ചെയ്യുന്ന ബാക്കി എല്ലാ ടീച്ചേഴ്സും അവരെ സെർവന്റ് ആയിട്ടായിരിക്കും അവർ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് ലീഡർ ആൻഡ് ഫോളോവർ ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു രീതി ലീഡർ ആൻഡ് ഫോളോവർ കമ്മ്യൂണിക്കേഷൻ ആണ്. കാരണം നമുക്ക് നമ്മളുടെ ഏതൊരു സിറ്റുവേഷനിലും ലീഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ലീഡർ ഉണ്ടെങ്കിൽ അത് നമ്മളെ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾക്ക് നല്ല രീതിയിലൊരു സപ്പോർട്ടാണ്. നമുക്ക് ജോബ് സാറ്റിസ്ഫാക്ഷനും കാര്യങ്ങളൊക്കെ വളരെ കൂടുതലായിരിക്കും ലീഡർ ആൻഡ് ഫോളോവർ റിലേഷൻഷിപ്പിൽ. ഇനി മാനേജ്മെന്റ് മെയിൻലി ലാസ്റ്റ് നമുക്ക് പറഞ്ഞത് മാനേജ്മെന്റ് മെയിൻലി ഒരു സിംഗിൾ പേഴ്സൺ ആവാം, മേ ബി ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആവാം, റിലീജിയസ് ഗ്രൂപ്പ് ആവാം. സിംഗിൾ പേഴ്സൺ ആണെങ്കിൽ നമ്മൾ നേരിട്ടായിരിക്കും അദ്ദേഹത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ടീച്ചേഴ്സ് നേരിട്ടായിരിക്കും അവർ സിംഗിൾ പേഴ്സണോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആണെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് സുപ്പീരിയറിനോടായിരിക്കണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ദെൻ റിലീജിയസ് ഗ്രൂപ്പിന്റെ കേസിലും നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സുപ്പീരിയറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ദെൻ നമ്മൾ റിലീജിയസ് ഗ്രൂപ്പിന്റെ കീഴിലാണ് മാനേജ്മെന്റ് എങ്കിൽ നമ്മൾ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ആ ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് തീരുമാനിക്കും, നമ്മൾ ആ ഒരു അവരുടെ റിലീജിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും മനസ്സിലാക്കി അത് ഫോളോ ചെയ്യുമെങ്കിൽ മാത്രം ആ ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യാം. അല്ലാത്ത പക്ഷം നമുക്ക് ആ ഒരു എന്താണ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ ടൈമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, ഇത്രയുമാണ് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞത്. ഒന്ന് ഓവറോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കി എല്ലാവരും.
ഓക്കെ, എല്ലാവരും റീഡ് ചെയ്ത് നോക്കിയോ? സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഞാൻ പറയാം മാം. കർണാസീന. Sign out. Thank you, Purna ma'am, for today's class. It was very informative and helpful. With gratitude to everyone, I am signing out now. See you all in the next class. Thank you, ma'am. Thank you Thank all. you all. താങ്ക് യു മാം. Thank you.